ഇവർ നന്നായിട്ട് ഭരിക്കണം എന്ന് ആഗ്രഹിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണും, ആദ്യത്തെ കൗൺസിൽ മേയറായി വി രാജേഷ് ചാർജ് എടുത്തപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ട് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷേ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ അത് ജനങ്ങളെ അറിയിക്കണ്ടേ, ആ തെറ്റ് തിരുത്താൻ അവർക്കൊരു സാഹചര്യം ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് അവിശ്വാസ പ്രമേയം. ഇനി അത് ഞാൻ പറഞ്ഞല്ലോ, അവിശ്വാസ പ്രമേയത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത് UDF ആണ്. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് LDF തോന്നുകയാണെങ്കിൽ ആ ചർച്ച ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതാണ് അവിശ്വാസ പ്രമേയ ചർച്ച. ഇപ്പോൾ ഒരു കാര്യം ബോധ്യമായി, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ശബരിനാഥൻ അരുവിക്കരയിൽ നിന്ന് പൊട്ടിയത് എന്നതിനെ കുറിച്ചൊരു കറക്റ്റ് ചിത്രം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയല്ലേ പറച്ചിലെന്ന് പറയുന്നത്? എന്തോ എന്ത് പൊട്ടത്തരമാണ് ഈ വിളിച്ച് പറയുന്നത്? അറിയാൻ പറഞ്ഞിട്ട് പോയിക്കുക. ജാതി അവസ്ഥ പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം കോൺഗ്രസ്സുകാരുടെ ഒരു ദയനീയ അവസ്ഥ ഇപ്പോൾ കാണാൻ സാധിച്ചു എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അമ്മാതിരി ഭരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ ഭരണം പോരാ. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് തെറ്റിതിരുത്താൻ ഒരു അവസരമാണ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. കഷ്ടം. 40-45 കൊല്ലം അവിടെ ഭരിച്ച് ഒരു പരുവമാക്കി ജനങ്ങൾ വേണ്ടാന്ന് വെച്ച് പ്രതിപക്ഷത്തിരുത്തിയ ഒരു പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണോ നിങ്ങൾ ഇനി ഈ ഭരണത്തെ താഴെ ഇറക്കിയിട്ട് ഇനി അടുത്ത ഭരണം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്? ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നുള്ള ബോധ്യം ആദ്യം നിങ്ങൾക്കുണ്ടാവണം. അത് കോൺഗ്രസിനായാലും അതോടൊപ്പം തന്നെ LDF-നായാലും. ഇതില്ലെങ്കിൽ പരിപൂർണമായിട്ട് ഒരു സമ്പൂർണ്ണ പതനത്തിലേക്കാണ് നിങ്ങളെടുത്ത് കാല് കുത്തുന്നത് എന്നുള്ള ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഭരിക്കാനായിട്ട് ഈ പറയുന്ന പുതിയൊരു പാർട്ടി കയറി അവർക്ക് നേരെ ചൊവ്വേ ഭരിക്കാനായിട്ട് ഈ പറയുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്നുകൊണ്ട് എന്താണ് അവിടെ കാട്ടി കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം ഈ പുതിയ പാർട്ടി പുതിയ ഭരണത്തെ എങ്ങനെയും ഉയർത്തി കാണിക്കണം, അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കണം എന്നൊക്കെ വെച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഓരോരോ പേക്കോലങ്ങൾ ദിവസവും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ പൊട്ടക്കണ്ണന്മാരൊന്നും അല്ല. അതാദ്യം മനസ്സിലാക്കണം. ചുമ്മാ എന്തെങ്കിലും വിടുവായുത്തങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നിട്ടും ഈ ഒരു 4-5 മാസം കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ പറയുന്ന മേയർ VV രാജേഷിന് ഇത്രത്തോളം ജനസപ്പോർട്ട് അവിടെ കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും വേണ്ടേ? ഈ മറ്റേത് മേയർക്കാണ് ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഇത്രത്തോളം ഒരു ട്രെൻഡായി മാറാനായിട്ട് സാധിച്ചിട്ടുള്ളത്? ഒന്നും വേണ്ട. ഇപ്പോൾ ജനങ്ങൾ തിരുവനന്തപുരത്തെ നഗരത്തിലെ ജനങ്ങളെടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതിയല്ലോ ആര് ഭരിക്കണം എന്നുള്ളത്. അപ്പോൾ മനസ്സിലാവും നിങ്ങൾ ഈ പറയുന്ന കപടത ആര് വിശ്വസിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ. പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ ശരിക്കും പറഞ്ഞാൽ. ഇനി അതെല്ലാം പോട്ടെ, അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇത് ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? ഈ അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാവുന്നത് ആർക്കാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അതുപോലും ചിന്തിക്കാനുള്ള ബോധം ഈ പറയുന്ന LDF-നും UDF-നും ഇല്ലേ എന്നാണ് മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ. കാരണം നിങ്ങൾ കേരളത്തിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ പതനമാണ് എന്നത് ഓർത്തുകൂടി ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴും നിങ്ങൾ മൂഢലോകത്താണോ ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ? അല്ലെങ്കിൽ തന്നെ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ നേട്ടം കംപ്ലീറ്റ് BJP-ക്കാണ്. കാരണം കണക്കുകൾ വ്യക്തമാക്കുന്നത് തന്നെ അതാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ വിജയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? കണക്കുകൾ നോക്കുമ്പോൾ തന്നെ അത് വ്യക്തമല്ലേ? അതായത് 50 സീറ്റുകളാണ് നിലവിൽ BJP-ക്ക് ഇപ്പോൾ ഉള്ളത്. 1 സീറ്റ് സ്വതന്ത്രന്റെ സപ്പോർട്ട്, 29 സീറ്റുകൾ LDF-ന്, ഈ 20 സീറ്റുകൾ UDF-ന്. ഇവ രണ്ടുപേരും കൂടെ ഒരുമിക്കട്ടെ, ഇന്ത്യ സഖ്യമാവട്ടെ. എന്നിട്ടും നിങ്ങൾക്ക് എത്ര സീറ്റാണ് വരുന്നത്? 49 സീറ്റുകളല്ലേ ആകപ്പാടായുള്ളൂ. 34 സീറ്റുകൾ വേണം ഒരു പാർട്ടിക്ക് ആ ഒരു തരത്തിൽ ഇത് പ്രമേയം അവതരിപ്പിക്കാനായിട്ട്. 54 സീറ്റുകൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിച്ചാൽ മാത്രമേ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ആക്കിയെടുക്കാനെങ്കിലും പറ്റത്തുള്ളൂ. അങ്ങനെ ആക്കിയെടുത്താലും അതിന് പാസ്സാക്കണമെങ്കിൽ എന്ത് വേണം? 51 സീറ്റുകളെങ്കിലും വേണം. 51 സീറ്റാണ് ഭൂരിപക്ഷം. ആ 51 സീറ്റുകൾ വേണം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് 49 സീറ്റുകളെ ആവുന്നുള്ളൂ. അവിടെ അപ്പോഴും BJP-ക്കാണ് കൂടുതൽ സീറ്റ്. 50 സീറ്റ് സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടി 51 സീറ്റുകൾ BJP-ക്ക് ഉണ്ട്. പക്ഷേ ഇത് സുഗതന്റെ കാര്യം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെയും അത് കൂട്ടുന്നില്ല. 50 സീറ്റുകൾ. ആ 50 സീറ്റുകളിൽ സ്വതന്ത്രനെ കൂട്ടാതെ തന്നെയും 49 സീറ്റുകൾ BJP-ക്ക് ഉണ്ട്. അങ്ങനെ നോക്കിയാൽ തന്നെയും നിങ്ങൾ രണ്ടുപേരും സമനില, അല്ലെങ്കിൽ BJP-ക്ക് ഒരു സീറ്റ് കൂടുതൽ. ഇതിൽ 51 സീറ്റുകൾ രണ്ടുപേരും എത്തുന്നില്ല. അപ്പോൾ ഈ പ്രമേയം പാസ്സാവുമോ അതോ തള്ളിപ്പോകുമോ, പരാജയപ്പെടുമോ? ഷുവർ ഷോട്ടായിട്ടും ഈ പറയുന്ന വിശ്വാസ പ്രമേയം പരിപൂർണമായി പരാജയപ്പെടുമെന്നല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇന്ത്യ സഖ്യം ഉണ്ടായി എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. അതായത് BJP-ക്ക് കുറച്ചുകൂടി നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് നിങ്ങളായിട്ട് കാര്യങ്ങൾ എത്തിച്ചു എന്നത് മാത്രമേ ഇതിലൂടെ ഒരു പ്ലസ് ആയിട്ട് മാറത്തുള്ളൂ. അതായത് അത് BJP-ക്ക് പ്ലസ് ആവും, നിങ്ങൾക്കത് മൈനസ് ആയിട്ട് മാറും. ഇത്രയ്ക്ക് മണ്ടബുദ്ധി തരം നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് ഈ ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാവേണമെങ്കിൽ മണ്ടത്തരം കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. എനിക്ക് പേഴ്സണലി ഈ ഒരു സഖ്യം വരണം, ഈ ഒരു വിശ്വാസ പ്രമേയം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവരും അറിയുമല്ലോ. കാരണം ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്നുള്ളത് ജനങ്ങൾക്ക് കൂടി പരിപൂർണമായി ബോധ്യമാവുന്ന തരത്തിൽ കേരളത്തിലും കാര്യങ്ങൾ മാറുമെന്നാവുമ്പോഴത്തേക്കും കാര്യങ്ങൾ അതോടുകൂടി ഒരു തീരുമാനമാവുമല്ലോ. ഇതോടുകൂടി ഇനിയിപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും BJP-ക്ക് കുറച്ചുകൂടി സീറ്റുകൾ കൂട്ടിക്കൊടുത്ത് ഭരണത്തിലേക്ക് എത്തിക്കാൻ പാകത്തിനുള്ള നീക്കങ്ങൾ UDF-ഉം LDF-ഉം കൂടി താനെ ചെയ്തു കൊടുക്കുന്ന പരുവത്തിലാവും. അത് മാത്രമല്ല ഈ പറയുന്ന അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞ് എന്തൊക്കെ മലമറിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അതും പരാജയപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. എന്തായാലും ഈ ഒരു മണ്ടത്തരമൊന്നല്ല, ഈ ഒരു മണ്ടത്തരം UDF-ഉം LDF-ഉം കാണിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. UDF അതിന് തുനിഞ്ഞാലും LDF അവരോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ LDF-ന്റെ കുഴി താനെ തോണ്ടുന്ന കണക്ക് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.
അത് തന്നെയാണ് പറയുന്നത്. ബി ജെ പി ഇത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന കാരണം എന്താണ്? ഇത് തന്നെയാണ് കാരണം. ഈ ഒരു അവിശ്വാസ പ്രമേയം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഒരു പുകമറ ഉണ്ടാക്കുന്നു എന്നല്ലാതെ ഒരു ചുക്കുമില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഈ പറയുന്ന UDF-നോടൊപ്പമോ LDF-നോടൊപ്പമോ നിൽക്കണം. അങ്ങനെ നിൽക്കത്തില്ല എന്നുള്ളത് 100% വ്യക്തമാക്കിയിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞും കഴിഞ്ഞു. പിന്നെ എന്ത് ചുക്ക് സംഭവിക്കാനാണ്? ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ആകെപ്പാടെ ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഈ ഒരു അവിശ്വാസ പ്രമേയം ഉണ്ടായി കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടായിട്ട് നാട്ടുകാർക്ക് അത് ബോധ്യപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. BJP-ക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മാറും.